പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പോൾ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ആത്മരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ജീവിക്കണമെന്നും നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്നും യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിൽ പലരും ആത്മാവിനെക്കുറിച്ചധികം ചിന്തിക്കാറില്ല. നാം ഈ ലോക കാര്യങ്ങളിലും ശാരീരികമായ അഭിലാഷങ്ങളിലും മുഴുകിയാണ് നമ്മിൽ പലരും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നാം നിരാശപ്പെട്ടു പോവുകയാണ്. റോമ 8:18 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നാം ആത്മരക്ഷയെക്കുറിച്ചൊരു ചിന്തയിൽ വേണം ജീവിക്കുവാനായിട്ട്. റോമ 8:28 തിരുവചനം പറയുന്നുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള സഹനമായിരുന്നാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റിത്തരും. ദൈവം നമ്മെ നിരാശപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് തിരുവചനങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാം പലപ്പോഴും നിരാശപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 അതാണ് നാം കാണുന്നത്. അപ്പോൾ സഹനത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാ 48:10 തിരുവചനം പറയുന്നു: കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു, എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പോൾ കർത്താവിന് സ്വീകാര്യമായവരെ സഹനത്തിലൂടെ കർത്താവ് കടത്തിവിട്ട് വിശുദ്ധീകരിച്ച് കർത്താവിൻ്റേതാക്കി മാറ്റുവാനാണ് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. വിശുദ്ധന്മാർക്കും ധാരാളം സഹനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ അതിനാൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടുകയല്ല നാം ചെയ്യേണ്ടത്. പ്രത്യാശയോടെ ജീവിതത്തെ നേരിടുവാനുള്ള ശക്തിക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.